നമസ്കാരം പ്രിയമുള്ളവരെ, അമേരിക്കയിൽ നിന്നുള്ള വാർത്തയാണ്. അമേരിക്കയിലെ പെൻറ്റഗൺ, അമേരിക്കയുടെ ഡിഫൻസ് ആസ്ഥാനമെന്ന് പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫീസ് ബിൽഡിങ്ങുകളിൽ ഒന്നാകുന്ന പെൻറ്റഗൺ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക വാർത്തയ്ക്ക് കാരണമായി തീർന്നു. പെൻറ്റഗണിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച അമേരിക്കയിലെ ഡിഫൻസ് സെക്രട്ടറി, അതായത് പ്രതിരോധ വകുപ്പിൻ്റെ മേധാവി വിളിച്ചുകൂട്ടിയ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ്. അദ്ദേഹത്തിൻ്റെ തന്നെ ചർച്ചിലെ പാസ്റ്ററാണ് ആ മീറ്റിങ്ങിൽ വചനം സംസാരിച്ചത്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പെൻറ്റഗണിൻ്റെ മുൻ മേധാവികളൊക്കെ പ്രവാനിടയായി തീർന്നു. അങ്ങനെ പെൻറ്റഗണിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മീറ്റിംഗ് നടന്നിട്ടില്ല. നമുക്കറിയാമല്ലോ, പെൻറ്റഗൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാനമാണ്. വെർജീനിയ സ്റ്റേറ്റിലുള്ള ഒരു വലിയ ബിൽഡിംഗ്, പക്ഷേ ഒരു ആറ്റോമിക് അറ്റാക്കിനെ പോലും നേരിടത്തക്കവണ്ണം വളരെ സുരക്ഷിതമായി നിർമ്മിച്ചിരിക്കുന്ന പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാനം. അത് വലിയൊരു ചരിത്രമാണ്. അതായത് പെൻറ്റഗണിൽ പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നു. ഈ ഡിഫൻസ് സെക്രട്ടറി പറയുന്നത്, അടുത്ത മാസങ്ങൾ മുതൽ എല്ലാ മാസവും പെൻറ്റഗണിൽ റെഗുലറായിട്ട് പ്രാർത്ഥനയുണ്ടാകും. എല്ലാ മാസവും ഇപ്രകാരമുള്ള മീറ്റിങ്ങുകൾ പെൻറ്റഗണിൽ ഇനി നടക്കുവാനിടയായി തീരും. ഇത് അമേരിക്കയുടെ ചരിത്രമാണ്, അമേരിക്കയുടെ ക്രിസ്തീയ ചരിത്രമാണ്. അമേരിക്കയിൽ ശ്രീ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായി വന്നതിന് ശേഷമുള്ള വലിയ മാറ്റങ്ങളുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത്, അദ്ദേഹമാണ് ഈ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിന് ആതിഥ്യം വഹിച്ചത്. ഇത് വലിയ ചർച്ചകൾക്ക് കാരണമായി തീരുകയാണ്. ദൈവം എല്ലാവരെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.